Hi everyone. അപ്പോൾ ഇന്ന് എക്കണോമിക് ലോ ഡിസ്പാച്ചിന്റെ സെക്കൻഡ് ന്യൂമറിക്കൽ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാം 19th എക്സാം വരുന്നവർ അത് നോക്കി കണ്ട് പഠിക്കണേ. അഗെയിൻ ഇന്നിപ്പോ ഞാനിപ്പോ ക്വസ്റ്റ്യൻ എഴുതാം, ഇത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിക്കോ മക്കളെ, മിസ് ഇവിടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ determine the economic generation schedule of 3 generating units in a power system to the system load of 925 megawatt, that be the maximum demand. The operating limit and cost function is F1 Pg1 is equal to F1 of Pg1 is equal to 0.0045 Pg1 square plus 5.2 Pg1 plus $580 per hour. Conditions തന്നിട്ടുണ്ടായിരുന്നു 252 minimum 250 to maximum 450 vare. Second, F2 of Pg of 2 is equal to 0.0056 Pg2 square plus 4.5 Pg2 plus $640 per hour. Condition 200 to 350 megawatt. And F3 of Pg of 3 is equal to 0.0079 Pg3 square plus 5.8 Pg3 plus $820 per hour. And condition optimization limit 125 minimum 215 maximum megawatt ആണല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇന്നലെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് പക്ക ഉൾട്ടയായിട്ടല്ലേ കിടന്നത്, അപ്പൊ അതുപോലെ തന്നെയല്ലേ ചെയ്യുന്നത്, തിരിച്ചെഴുതിയാ പോരെന്ന്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ കണ്ടീഷൻസ് നമ്മൾ തിരിച്ചിട്ട് ഇവിടെ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് Pg1ഉം Pg2ഉം Pg3ഉം ലിമിറ്റിനകത്തുള്ള ഡിമാൻഡ്സ് കണ്ടുപിടിക്കണം. അതായത് ലൈക്ക് നമ്മുടെ 3 ജനറേറ്ററിന്റെ ലിമിറ്റ്സ് തന്നിട്ടുണ്ടായിരുന്ന ഒപ്റ്റിമൈസേഷൻ ലിമിറ്റിനകത്ത് നിൽക്കണം. ആൻഡ് ദ സം ഓഫ് ദീസ് 3 ജനറേറ്റർ ഡിമാൻഡ്സ് ആർ ദ മാക്സിമം ഡിമാൻഡ് 925. അല്ലെങ്കിൽ ഇവിടെ ടോട്ടൽ സിസ്റ്റം യൂണിറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ടോട്ടൽ ഡിമാൻഡ്സ് 925 ആണ്. അത് ഈ 3 ജനറേറ്റേഴ്സിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് 925 മെഗാവാട്ട് കിട്ടണം അല്ലേ. സോ what we have to do, നേരത്തെ ഇന്നലെ ചെയ്ത ഇക്വേഷനിൽ നിന്ന് ഡിഫറൻസ് എന്ന് പറയാനായിട്ടുള്ളത്, അവിടെ ചെയ്ത അങ്ങനത്തെ ഇക്വേഷൻസ് ഒന്നും അല്ല ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒറ്റ കാര്യം നിങ്ങൾക്ക് തിങ്ക് ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാല്, ഈ ഇക്വേഷൻ ഇൻ ദ ഫോമാറ്റ് ഇപ്പൊ ഞാൻ എഴുതുകയാണ്, എഫ് ഓഫ് പി ജി ഐ എന്ന് എഴുതിക്കോ, അല്ലെങ്കിൽ പി ജി ഐ is equal to PGI square plus BI PGI plus CI അല്ലെ. ഇതാണ് നമ്മുടെ ഇപ്പൊ ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഇക്വേഷന്റെ ഫോമാറ്റ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോമാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ലാംഡ കണ്ടുപിടിക്കണം? എന്തായാലും ലാംഡ കണ്ടുപിടിക്കണം. ദെൻ അത് യൂസ് ചെയ്തിട്ട് ലാംഡയുടെ വാല്യൂസ് ഉപയോഗിച്ചിട്ട് പി ജി വാല്യൂസ് കണ്ടുപിടിക്കണം, ലിമിറ്റ് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോ ഇവിടെ ഇക്വേഷൻസ് എഴുതാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് വരയ്ക്കാം, കാണാലോ. സോ ലാംഡയുടെ ഇക്വേഷൻ ഇപ്പൊ എഴുതിയിടാം, നോക്കിക്കോടാ. ഇപ്പൊ ലാംഡ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മിസ് ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. എന്തെന്നാ എഴുതിയിട്ടുള്ളത്? ലാംഡ ഈസ് ഈക്വൽ ടു പി ഡി. പി ഡി എന്ന് പറയുന്നത് പവർ ഡിമാൻഡ്. എത്രയാ ഡിമാൻഡ് ചെയ്യുന്ന പവർ? ഡിമാൻഡ് പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സിമം ഡിമാൻഡ്. എച്ച് ബി the 925 megawatt. Appa PD plus sigma I is equal to 1 to n BI by 2 AE. The whole divided by sigma I is equal to 1 to n 1 by 2 AI. ഇങ്ങനെ കൊടുക്കാനുള്ള റീസൺ എന്താണ്? നമുക്ക് 3 സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ എത്ര സിസ്റ്റം വന്നാലും നമുക്ക് I റെപ്രസെന്റ് ചെയ്താൽ അത്രയും സബ്മേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഓൾജിബ്രൈക് സം എടുത്ത് ആഡ് ചെയ്താൽ മതി നിങ്ങൾ. അതിന് വേണ്ടിയിട്ടാണ് സബ്മേഷൻ കൊടുത്തിട്ട് സിഗ്മ I is equal to 1 to n കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ എങ്ങനെ പറയാം? സിഗ്മ I is equal to 1 to 3 B1 by 2A1 plus B2 by 2A2 plus B3 by 2A3 എന്ന് പറഞ്ഞിട്ട് സമ്മേഷൻ ഓൾജിബ്രൈക് സം ആഡ് ചെയ്യാം. അതുപോലെ താഴെയും സിഗ്മ I is equal to 1 to again 3 divide by 1 by 2A1 plus 1 by 2A2 plus 1 by 2A3. അല്ലെങ്കിൽ 1 by 2 കോമൺ എടുത്തിട്ട് 1 by A1 plus A2 plus 1 by A2 plus 1 by A3 എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഇവിടെ ലാംഡ കണ്ടുപിടിക്കണം. ലാംഡ കണ്ടുപിടിച്ചിട്ട് ആ ലാംഡയുടെ വാല്യൂ വെച്ചിട്ട് അടുത്ത അഗെയിൻ നെക്സ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എന്താണ് ജനറേറ്റർ ലിമിറ്റ്സ് നമ്മൾ ഈ ഓപ്റ്റിമൈസേഷൻ ലിമിറ്റിനകത്തുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ വാട്ട് ഐ ആം ഡൂയിങ് ഇസ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ. ഓക്കെ,
നോക്കിക്കോ, ഈ ഇക്വേഷൻ ഞാനിപ്പോ ചേഞ്ച് ചെയ്യാൻ പോണ്. ലാംഡ ഇസ് ഈക്വൽ ടു പി ഡി എന്താണ് 925. ഇതാണ് നമ്മുടെ പി ഡി പവർ ഡിമാൻഡ്. ഓക്കെ, പവർ ഡിമാൻഡ് അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ് എന്ന് എഴുതിക്കോ. പി ഡി ഈസ് 925 പ്ലസ് സിഗ്മ. ഓൾജിബ്രൈക് സമ്മേഷൻ ആണ് സിഗ്മ കൊടുക്കുന്നത്. അപ്പോ ഐ ഈസ് ഈക്വൽ ടു 1 to ഐ ഈസ് ഈക്വൽ ടു 1 to 3 B1/2A1 plus B2/2A2 plus B3/2A3 the whole divided by എങ്ങനെ എഴുതാം? സിഗ്മ I is equal to 1 to 3 1/2A1 plus 1/2A2 plus 1/2A3 എന്ന് എഴുതാം. ഇനി ഏതൊക്കെയാണ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്? ഞാൻ ഓൾറെഡി ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് എഫ് ഓഫ് പി ജി ഐ ഈസ് ഈക്വൽ ടു എ ഐ പി ജി ഐ ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി ഐ പി ജി ഐ പ്ലസ് ഇ ഐ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഇക്വേഷൻസ് അങ്ങനെ അല്ലേ? എ ഐ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് പി ജി ഐ സ്ക്വയർ ആണ്. അപ്പൊ ഫസ്റ്റ് ഐ ഈസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1ന്റെ ടേംസ് എല്ലാം ഉണ്ടല്ലോ, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് A1, ഇത് B1, A2 B2, A3 B3. നമുക്ക് സിയുടെ വാല്യൂസ് ഇവിടെ സി ഇക്വേഷനിൽ സി എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് മിസ് അത് പറയാത്ത കേട്ടോ. അപ്പൊ ഇനി എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് ലാംഡ കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം, എഴുതി എടുക്കണേ. നോക്കിക്കോ മക്കളെ, മിസ് ഇവിടെ ഇപ്പൊ ലാംഡ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോവാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാൽക്കുലേഷൻ എടുത്ത് ജസ്റ്റ് അങ്ങ് പറയാന്ന് വിചാരിച്ചത്. അപ്പൊ ഇവിടെ ഞാൻ ലാംഡ പി ഡി പ്ലസ് വാല്യൂസ് എല്ലാം ഈ ഇക്വേഷൻ കറസ്പോണ്ടിങ് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് കാൽക്കുലേഷൻ എടുത്തിട്ടുള്ളത്. കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്തേ. അപ്പൊ ലാസ്റ്റ് 2271.63 ഡിവൈഡ് ബൈ 263.687 ദാറ്റ് ഇസ് 8.61 ലാംഡയുടെ വാല്യൂ കിട്ടിട്ടോ. ഉള്ളത് നമ്മുടെ പി ജി കണ്ടുപിടിക്കണം. ഈ ലാംഡേനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ ജനറേറ്ററിന്റെ ഡിമാൻഡ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ വാല്യൂ യൂസ് ചെയ്ത് അഗെയിൻ ഒരു പുതിയ ഇക്വേഷൻ വേണം കേട്ടോ. ഞാനിപ്പോ സൈഡിൽ എഴുതേ. നമുക്ക് ആവശ്യമുള്ള തേർഡ് ഇക്വേഷൻ ഈ ലാംഡയുടെ വാല്യൂ ബേസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള തേർഡ് ഇക്വേഷൻ ഇതാണ്. പി ജി ഐ ഈസ് ഈക്വൽ ടു ലാംഡ മൈനസ് ബി ഐ ഡിവൈഡഡ് ബൈ 2AI എന്നുള്ള ഇതാണ് നമ്മുടെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ ജനറേറ്റഡ് ഡിമാൻഡ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഓൾറെഡി എന്തുണ്ട്? ലാംഡ കണ്ടുപിടിച്ചല്ലോ. BI-യും 2AI എന്ന് പറയുന്നത് എന്താണ്? P1 എന്നുള്ള ജനറേറ്റർ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? B1ഉം 2A1ഉം കൊടുത്താൽ മതി അല്ലേടാ. അപ്പൊ അങ്ങനെ PG2 ആവുമ്പോൾ B2ഉം 2A2ഉം കൊടുക്കുക, PG3 ആവുമ്പോഴത്തേനും B3യും 2A3യും കൊടുക്കുക. ഇത് വെച്ച് കാൽക്കുലേഷൻ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂസ് നമ്മുടെ എന്താ ഒപ്റ്റിമൈസേഷൻ ലിമിറ്റിനകത്താണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ചെയ്ത് കാണിക്കാം. ലാംഡയുടെ വാല്യൂ സൈഡിലേക്ക് എഴുതാവേ. നിങ്ങൾ ചെയ്യണം ഈ കൂട്ടത്തില്. 8.61 ഇത് വെച്ചിട്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? PG1 കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ PG1ന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? PG1 is equal to lambda minus B1 divided by 2A into A1 അല്ലേ? അപ്പൊ ലാംഡയുടെ വാല്യൂ 8.61 മൈനസ് B1 എന്തായിരുന്നു? B1 എന്ന് പറയുന്നത് 5.2. സോറി 5.2. എല്ലാ മാർക്കേഴ്സും പെട്ടെന്ന് കഴിയും. എന്താണെന്നറിയില്ല, എന്റെ കുറെ വീഡിയോസ് ഞാൻ പറയാറില്ല മാർക്കർ ഒന്നും അധികം നിൽക്കില്ല എന്ന്. 2 days മുന്നെയാണ് ഒരു മാർക്കർ എടുത്തത്. ഇന്നലത്തെ വീഡിയോയും അതിന് മുന്നേ കുറച്ച് ക്ലാസ്സും എടുത്തു. ആ മാർക്കർ കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ പുതിയത് എടുക്കണം. 5.2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0.0045 0.0045 380 മെഗാവാട്ട് എന്ന് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്ത PG2 ചെയ്യുവാണേ. PG2 is equal to lambda minus B2 divided by 2A2, 2 into A2, is 2 into A2, that is 8.61 minus B2 is 4.5 divided by 2 into 0.0056, 0.0056, that is PG3 is equal to lambda minus B3 divided by 2 into A3, that is 8.61 minus B3 എത്രയാ മക്കളെ? 5.8 divided by 2 into 0.0079. Okay, PG1 കിട്ടി, PG2 കിട്ടി, PG3 കിട്ടി. Then what do you want to check? You want to check whether
the generator demand values lies in between optimization range or not. അപ്പൊ ഒപ്റ്റിമൈസേഷൻ റേഞ്ചിലുണ്ടോ? PG1 എന്ന് പറയുന്ന 380 മെഗാവാട്ട്, 380, 250, 450 മിനിമം ടു മാക്സിമം 380 ലൈസ് ഇൻ ബിറ്റ്വീൻ ഇത്. അപ്പൊ എന്താണ്? അത് ഓക്കെ ആണ് അല്ലേ? അത് ഓക്കെ ആണ്. നെക്സ്റ്റ് PG2 367.85 megawatt. 367. The maximum limit is 350. അപ്പൊ എന്ത് ചെയ്തു? വയലേറ്റ് ചെയ്തു. അത് വയലേറ്റ് ചെയ്തല്ലേ? വയലേറ്റ് ചെയ്തു. Then PG3 178.48. 178.48. Yes, 125 215 ആണ്. അപ്പൊ അതും സാറ്റിസ്ഫൈ ചെയ്തു. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഡിമാൻഡ് വയലേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ജനറേറ്റർ മാത്രമാണ്. ഏതാണ്? നമ്മുടെ സെക്കൻഡ് ജനറേറ്റർ അല്ലെ? സോ PG2 വയലേറ്റ് ദി ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ. അപ്പൊ PG2 വയലേറ്റ് ചെയ്യുമ്പോൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആ കിട്ടിയിട്ടുള്ള മെഗാവാട്ട് വാല്യൂ നമ്മളിപ്പോ കണ്ടുപിടിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള വാല്യൂ തന്നിട്ടുള്ള റേഞ്ചിനോട് മിനിമത്തിനോടാണോ മാക്സിമത്തിനോടാണോ ക്ലോസ് ആയിട്ടുള്ളതെന്ന് നോക്കുക. അപ്പൊ ഇവിടെ മാക്സിമം ഡിമാൻഡ് 350 മെഗാവാട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? സെക്കൻഡ് ജനറേറ്ററിന്റെ മാക്സിമം. സോ 367 is close to the maximum demand എന്താ? 350 megawatt. അപ്പൊ സെറ്റ് ദ വാല്യൂ ഓഫ് PG2 ആസ് 350 megawatt and then ആ PG2 ഇട്ടിട്ട് again നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത പുതിയ വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കിക്കോ. ഞാൻ ഇവിടെ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ എഴുതിയിട്ടു. നമ്മൾ ലാംഡയുടെ വാല്യൂ 8.61 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അത് കഴിഞ്ഞിട്ട് ലാംഡയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജനറേറ്ററിന്റെ മാക്സിമം ഡിമാൻഡ്സ് കണ്ടുപിടിച്ചപ്പോ അത് ലിമിറ്റ് വയലേറ്റ് ചെയ്തത് ഒരു ജനറേറ്റർ മാത്രമായിരുന്നു. അത് ഏതാണ്? നമ്മുടെ സെക്കൻഡ് ജനറേറ്റർ. സോ സെക്കൻഡ് ജനറേറ്ററിന്റെ ആ ലിമിറ്റിനകത്ത് നിൽക്കുന്ന വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇന്നലെ ചെയ്തതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻസ് എടുക്കണം. ആ കണ്ടീഷൻ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ജനറേറ്റർ ഏത് വാല്യൂവിനോടാണോ ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ആ വാല്യൂ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ 367 മെഗാവാട്ടിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്ലോസ് ടു ഏതാ? മാക്സിമം ഡിമാൻഡ് 350 മെഗാവാട്ട് ജനറേറ്റർ റേഞ്ച് അല്ലെങ്കിൽ ജനറേറ്റർ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന വാല്യൂ. സോ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നതും ജനറേറ്ററിന്റെ സെറ്റ് ദ വാല്യൂ ഓഫ് PG2 ആസ് 350 megawatt അല്ലെ? 350 megawatt and this 350 megawatt be the maximum demand of the second generator. സെക്കൻഡ് ജനറേറ്ററിന്റെ മാക്സിമം ഡിമാൻഡ് ആണ് 350 മെഗാവാട്ട് ആണല്ലോടാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒപ്റ്റിമൈസേഷൻ കണ്ടീഷനിൽ മാക്സിമം ഡിമാൻഡ് മാക്സിമം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കണ്ടീഷൻ ഏതാന്ന് എടുക്കുക. ആ കണ്ടീഷൻ ഇപ്പൊ ചെക്ക് ചെയ്യണം. സോ dFi by dPi less than or is equal to lambda for Pi is equal to Pi maximum. Piക്ക് Pi maximum വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ dFi by dPi which is less than or equal lambda. Already lambda is find out, that's the value is 8.61 അല്ലേ? അപ്പോ ഇനി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? dF2 divided by dP2 ആണ്. dF2 divided by dP2 condition is this lambda. For Pi is equal to Pi maximum അല്ലേ? Pi maximum ആകുമ്പോൾ ഉള്ള ലാംഡ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യണം? dF2 by dP2 എന്ന് പറയുമ്പോൾ ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ എടുക്കണം. സെക്കൻഡ് ജനറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 into 0.0056 equal to ലാംഡ. ഇതിൽ dF2 by dP2 നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? dF2 by dP2 ഇതാണ് ഇപ്പൊ കിട്ടിയിട്ടില്ല. അറ്റ് P2 ഇവിടെ ഇപ്പൊ എഴുതാം. അറ്റ് P2 is equal to എത്ര കൊടുക്കണം? 350 മെഗാവാട്ട് അല്ലെ? നമ്മൾ ഏത് വാല്യൂ ആണോ സെറ്റ് ചെയ്ത ആ സെറ്റ് ചെയ്ത വാല്യൂ വേണം നമ്മളിപ്പോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. സോ ഇനി dF2 by dP2 ചെയ്യുമ്പോഴത്തേനും എങ്ങനെ ചെയ്യാം? 0.0112 into 350 plus 4.5 8.42 എന്ന് കിട്ടി. കണ്ടീഷൻ ചെക്ക് ചെയ്യാമോ? dF2 by dP2 less than or is equal lambda. What is the actual lambda that we obtained in
നേരത്തെ ചെയ്തപ്പോ എന്തായിരുന്നു ലാംഡ ഈസ് ഈക്വൽ ടു 8.61 ആണ്. അപ്പൊ ഈ 8.61 ലെസ്സർ അല്ലേ 8.42. കണ്ടീഷൻ പറയുന്ന ഇവിടെ എഴുതാവേ dF2 by dP2 ലെസ് ദാൻ ലാംഡ എന്നാ. അപ്പൊ എങ്ങനെ ഇംപ്ലൈ ചെയ്യും? ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് 8.42 which is less than 8.61. That means the condition is satisfied. Condition satisfy ചെയ്തിട്ടുണ്ടെങ്കിൽ we should take the value of generator P2 as 350 megawatt. ആണല്ലോ, generator P2 350 megawatt സെറ്റ് ചെയ്തു. അങ്ങനെ ജനറേറ്റർ P2 350 megawatt എന്ന് സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഈ ഉള്ള വാല്യൂസ് വേരിയേറ്റ് അല്ലേ, വേരിയേറ്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ എഗെയിൻ എന്ത് ചെയ്യണം? ഇനി ആ രണ്ട് ജനറേറ്റർ എടുത്തിട്ട് അതിന്റെ വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യുന്നത് ഇക്വേഷൻസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഇതുവരെ നിങ്ങൾ എഴുതിയെടുക്കുക. ഇപ്പൊ നമ്മൾ PG2 സെറ്റ് ചെയ്തു. PG2ന്റെ വാല്യൂ സെറ്റ് ചെയ്തല്ല, നമ്മളത് കൺഫേം ചെയ്തു. 350 മെഗാവാട്ട് തന്നെയാണ് PG2 സെക്കൻഡ് ജനറേറ്ററിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞു. അങ്ങനെ കൺഫേം ചെയ്യുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? PG1ഉം PG2ഉം നമ്മൾ കൺഫേം ചെയ്യണം. അതെന്തായാലും ആയിരിക്കില്ല, ഈ കിട്ടിയിട്ടുള്ള വാല്യൂസ് ആയിരിക്കില്ല. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോട്ടൽ 3 ജനറേറ്ററിന്റെ സമ്മാണ് ഈ കൊടുത്തിട്ടുള്ള മാക്സിമം ഡിമാൻഡ് 925 അല്ലേ. ഈ 925ൽ നമ്മളിപ്പോ ഫിക്സ് ചെയ്തിട്ടുള്ളത് എത്രയായിരുന്നു? 350 ആയിരുന്നു നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? 925ൽ 350 എന്നുള്ള സെക്കൻഡ് ജനറേറ്റർ ഫിക്സ് ചെയ്തു. അപ്പൊ ഇതിൽ ബാക്കിയുള്ളതാണ് ഇനി ബാക്കി രണ്ട് ജനറേറ്ററിന്റെ എന്തായിട്ട് വരുന്നത്? ഡിമാൻഡ് ആയിട്ട് വരുന്നത്. സോ അതിനു വേണ്ടി ഞാനിപ്പോ ഇവിടെ ഒരു ഇക്വേഷൻ പോലെ എഴുതാം. കണ്ടോ? PD ന്യൂ, അതായത് പവർ ഡിമാൻഡ്, ന്യൂ പവർ ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ഓൾഡ് പവർ ഡിമാൻഡ് മൈനസ് PG2. അപ്പൊ നമുക്ക് PD ന്യൂ എന്ത് കിട്ടും? PD ന്യൂ ഈസ് ഈക്വൽ ടു 925 ഓൾഡ് മൈനസ് 350 അല്ലേ. അപ്പൊ ഇപ്പോ ഈ രണ്ട് ജനറേറ്റർ, അതായത് ലൈക്ക് നമ്മുടെ ജനറേറ്റർ 1നും ജനറേറ്റർ 3ക്കുമുള്ള മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് 575 മെഗാവാട്ട് ആണെന്ന് നമ്മൾ കൺഫേം ചെയ്തു. ഇനി ഇതിൽ നിന്ന് ഓരോന്നും സെപ്പറേറ്റ് ടേക്ക് ചെയ്യുന്ന ഡിമാൻഡ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ലാംഡ കണ്ടുപിടിക്കണം. ലാംഡ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ ചെയ്താൽ മതി? ഇനി നമ്മൾ ലാംഡ ന്യൂ ലാംഡയാണ്. ഇപ്പൊ നമുക്ക് നേരത്തെ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ലാംഡ ആയിരുന്നു ലാംഡ ഈസ് ഈക്വൽ ടു 8.61. ഈ ലാംഡ 3 ജനറേറ്റേഴ്സിന്റെ ആണ്. അതിൽ നിന്ന് നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഒരു ജനറേറ്റർ കൺഫേം ചെയ്തിട്ട് ബാക്കി 2 ജനറേറ്ററിന്റെ ഡിമാൻഡ് കണ്ടുപിടിക്കാൻ പോവാ. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലാംഡയുടെ ഇക്വേഷൻ ചേഞ്ചസ് ടു ഇവിടെ നമ്മൾ 3 എണ്ണം കൊടുത്തത് എന്ത് ചെയ്താൽ മതി? 2 എണ്ണം കൊടുത്താൽ മതി. ആ 2 എണ്ണം ഏതൊക്കെയായിരിക്കും? നമ്മുടെ ഫസ്റ്റ് ജനറേറ്ററും നമ്മുടെ തേർഡ് ജനറേറ്ററും. അപ്പൊ അങ്ങനെ വേണ്ടി ഞാൻ ഇവിടെ ഇക്വേഷൻ ഇപ്പൊ എഴുതി കാണിക്കാം. PD ന്യൂ പ്ലസ് ഒരു പ്ലസ് ഇട്ടു സബ്മിഷൻ കൊടുക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? B1 by 2A1 പ്ലസ് B3 by 2A3 അല്ലേ. ഫസ്റ്റും തേർഡും ജനറേറ്റർ അല്ലേ ഇനി കൺഫേം ചെയ്യാനല്ലേ. അപ്പൊ അത് എഴുതിയാൽ മതിയല്ലോ. ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 by 2A1 പ്ലസ് 1 by 2A3. ഈ കിട്ടുന്നതായിരിക്കും ഇനി നമ്മുടെ ന്യൂ ലാംഡ. അപ്പോൾ ഈ ലാംഡ കണ്ടുപിടിച്ചിട്ട് എഗെയിൻ ജനറേറ്റേഴ്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടീഷൻ ഇട്ട് ചെക്ക് ചെയ്യാം. സോ ഞാനിവിടെ ലാംഡ ന്യൂൻ്റെ വാല്യൂ എഴുതാവേ. കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കണേ. ഇവിടെ കാൽക്കുലേഷൻ എഴുതി എനിക്ക് പുതിയ ലാംഡ കിട്ടിയത് 8.71 എന്നാണ് ന്യൂ ലാംഡ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ന്യൂ ലാംഡ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി PG1ഉം PG2ഉം എങ്ങനെ ചെക്ക് ചെയ്യാം? ഈ ഇക്വേഷൻ ഇല്ലേ, PGI ഈസ് ഈക്വൽ ടു ലാംഡ മൈനസ് BI by 2AI. ആ ഇക്വേഷൻ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പുതിയ PG2, PG1ഉം PG3ഉം ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇത് മായ്ക്കുവാണെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കണേ. PG1 ഈസ് ഈക്വൽ ടു, ഇതാണ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്, lambda minus B1 by 2 into A1. Lambda is 8.71 minus B1 is 5.2 divided by 2 into 0.0045. 390 megawatt. Is equal to lambda minus B3 by 2 into A3, that is lambda 8.71 minus 5.8 divided by 2 into 0.0079.
ഇപ്പോൾ എനിക്ക് രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. PG1 390 മെഗാവാട്ട്. 390 മെഗാവാട്ട് ലൈസ് ഇൻ ബിറ്റ്വീൻ ദ ഓപ്റ്റിമൈസേഷൻ ലിമിറ്റ് ആണല്ലോ. ദെൻ PG3 ഈസ് 184.17 മെഗാവാട്ട്. അഗെയിൻ 184.17 മെഗാവാട്ട് ഇസ് ലൈസ് ഇൻ ബിറ്റ്വീൻ ദ ഓപ്റ്റിമൈസേഷൻ ലിമിറ്റ്. ലിമിറ്റ് തന്നിട്ടുള്ളതിൽ തന്നെ ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടി? 3 ജനറേറ്ററിൻ്റെ ഡിമാൻഡ് കിട്ടി. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മാക്സിമം ഡിമാൻഡ് 925 കിട്ടും. സോ PG1ൻ്റെ വാല്യൂ ഇത്, PG3 ഇത്, PG2 350 മെഗാവാട്ട് ഇത്. ഓക്കെ ആണല്ലോ. കൺക്ലൂഷൻ എന്താ എഴുതണ്ടേ? The 3 generator PG1, PG2 and PG3 lies in between the optimization limit. അപ്പോൾ ഇതാണ് കൺക്ലൂഷൻ. ഇങ്ങനെ തന്നെ എഴുതണം. നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസും ലിമിറ്റും ആയിട്ട് എഴുതണം. ലാസ്റ്റ് ഞാൻ കൺക്ലൂഷനും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലാംഡ ഇറ്ററേഷൻ മെത്തേഡ് അല്ലെങ്കിൽ എക്കണോമിക് ലോ ഡിസ്പാച്ചിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ന്യൂമറിക്കൽ. നിങ്ങളിത് നോക്കിയിട്ട് തന്നെ പോകണം. December 19, 2024 എക്സാമിൽ യൂസ്ഫുള്ളായിട്ട് തന്നെ വരും. ഇതിൽ നിന്നൊരു ന്യൂമറിക്കലായിരിക്കും essay ക്വസ്റ്റിന് ചോദിക്കാൻ പോകുന്നത്. സോ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുന്ന ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമൻറ്റ് ചെയ്തോ, ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ്. ദെൻ താങ്ക് യു.